മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഈശോയുടെ സാന്നിധ്യം ഈ ഒരു ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് എന്തിനും ഏതിനും ഈശോയെ കുറ്റപ്പെടുത്തുന്ന തലമുറയെ ശകാരിക്കുന്ന കർത്താവിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനും ഏതിനും ഈശോയെ കുറ്റപ്പെടുത്തുക. നമ്മൾ കാണുന്നത് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നവരെ കർത്താവ് നന്മ ചെയ്താലും കുറ്റപ്പെടുത്തും, കർത്താവ് എന്തു പറഞ്ഞാലും കുറ്റപ്പെടുത്തും, സൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തും, എന്തു ചെയ്താലും കുറ്റപ്പെടുത്തുന്ന ഒരു മനുഷ്യരെ ഇവിടെ കർത്താവ് ശാസിക്കുന്നത് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. മറ്റുള്ളവരിൽ എന്തു കുറ്റവും കണ്ടുപിടിച്ച് ആ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാ. മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. മറ്റുള്ളവരുടെ നന്മയെ സ്നേഹിക്കാനും അതിനെ വളർത്തുവാനും നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. മറ്റുള്ളവരുടെ നന്മയെ എപ്പോഴും കുറ്റപ്പെടുത്തി നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്നവരായിട്ട് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും മാറുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മൾ മറ്റുള്ളവരുടെ നന്മയിൽ പോലും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടന്നു കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും തള്ളപ്പെടുക ചെയ്യുന്നത്. ദൈവത്തിന് മുമ്പിൽ അനുഗ്രഹമില്ലാത്തവരായിട്ട് നമ്മൾ മാറും. നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും എന്തെല്ലാം ചെയ്താലും അതിനൊന്നും ഒരു പ്രയോജനവും ഇല്ലാതായി മാറും. നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറഞ്ഞും കുറ്റപ്പെടുത്തിയും അവരെ ശകാരിച്ചുമൊക്കെ നടന്നു കഴിഞ്ഞാലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരിലെ മറ്റുള്ളവരിലെ നന്മയെ കാണാൻ, മറ്റുള്ളവരുടെ നന്മയെ വളർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റേതുമായിട്ടുള്ള ഫലങ്ങളാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. നന്മയുടെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാം. മറ്റുള്ളവരിലെ നന്മ കാണുക, മറ്റുള്ളവരിലെ നന്മയെ വളർത്തുക. കരങ്ങളെ യാചനയോട് പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, അധ്വാന മേഖലയിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന്, പരീക്ഷകളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.